നമസ്കാരം. ഒരു കാലത്ത് ഇന്ത്യ എന്നാൽ ഇന്ദിരയും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ ആയിരുന്നു. രാജ്യത്തെ മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാനില്ലാത്ത പാരമ്പര്യവും പ്രൗഢിയും ഒക്കെ കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം പഴങ്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2.5 പതിറ്റാണ്ട് മുൻപ് 540 ലോക്സഭാ സീറ്റുകളിൽ 529 സ്ഥാനാർത്ഥിയെ നിർത്തിയ ഒരു പാരമ്പര്യം കോൺഗ്രസിനുണ്ടായിരുന്നു. എവിടെയൊക്കെ തങ്ങൾക്ക് മത്സരിക്കണമെന്ന് കോൺഗ്രസ് ഇച്ഛിക്കുന്നുവോ അവിടെയൊക്കെ അവർക്ക് സീറ്റുകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ അവർ വലിയ വിജയം കൊയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല അവസ്ഥ. ബിജെപിയുടെയും മോദിയുടെയും ഒക്കെ പ്രഭാവത്തിന് മുന്നിൽ പതറി കോൺഗ്രസ് എന്ന മുത്തശ്ശി പാർട്ടിയുടെ രാഷ്ട്രീയ നിലനിൽപ്പ് പോലും വലിയ അപകടത്തിലാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ വാശിയെല്ലാം മറന്നുകൊണ്ട് നിലവിലുള്ള സഖ്യകക്ഷികളുമായി സഹകരിച്ച് മാത്രമേ ഇനി കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഈ തവണ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും കുറവ് സീറ്റുകളിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. അടിയന്തര അവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പോലും 400 സീറ്റിൽ താഴെ മത്സരിക്കാത്ത കോൺഗ്രസ് ആണ് ഇത്തവണ 255 എന്ന സീറ്റ് നിലയിലേക്ക് ചുരുങ്ങിപ്പോയിരിക്കുന്നത്. ഈ 555 സീറ്റുകളിൽ മാത്രമേ തങ്ങൾ മത്സരിക്കുന്നുള്ളൂ, ഇതിൽ ഫോക്കസ് ചെയ്യാനാണ് തീരുമാനമെന്ന് കോൺഗ്രസ് പാർട്ടി പറയുമ്പോൾ അതിന് പിന്നിൽ അവരുടെ ഒരു വലിയ മനസ്സൊന്നുമല്ല, അല്ലെങ്കിൽ സഖ്യകക്ഷികൾക്ക് കൊടുക്കുന്ന പരിഗണനയൊന്നുമല്ല, മറിച്ച് കൃത്യമായും തങ്ങൾ പരാജയപ്പെടും എന്നുള്ള ഒരു ബോധ്യം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഖ്യകക്ഷികൾക്ക് മുന്നിൽ വലിയ വിട്ടുവീഴ്ചകൾക്കൊക്കെ കോൺഗ്രസ് വിധേയരാകേണ്ടി വരുന്നത്. നിലവിൽ എന്തായാലും കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ബി.ജെ.പി. ആവട്ടെ അവരുടെ സഖ്യകക്ഷികൾക്കുള്ള സീറ്റ് വെട്ടിക്കുറയ്ക്കുന്നത് എങ്ങനെ എന്നുള്ള ചർച്ചകളിലാണ്. ആ സമയത്താണ് കോൺഗ്രസ് പാർട്ടിയുടെ സീറ്റുകൾ ഇത്ര കണ്ട് 255 എന്ന ഒരു നമ്പറിലേക്ക് ചുരുങ്ങി പോകുന്നത്. 1984 229 സീറ്റിൽ മത്സരിച്ചുകൊണ്ടായിരുന്നു ബി.ജെ.പിയുടെ ഒരു കടന്നുവരവ്. അന്ന് അവർ ജയിച്ചതാവട്ടെ വെറും 2 സീറ്റിൽ മാത്രമായിരുന്നു. പക്ഷേ പിന്നീട് 2019 എത്തുമ്പോൾ 436 സീറ്റുകളിൽ ബി.ജെ.പി. മത്സരിക്കുന്നു. 303 എന്ന ഒരു ചരിത്ര വിജയം ബി.ജെ.പി. കൊയ്തെടുക്കുന്നു. അങ്ങനെ 422 സീറ്റിൽ അന്ന് മത്സരിച്ച കോൺഗ്രസ് പാർട്ടി ആവട്ടെ 52 എന്ന ഒരു ചരിത്ര പരാജയത്തിലേക്കും നീങ്ങുന്നു. 2014 464 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ജയിച്ചത് 44 സീറ്റുകളിൽ മാത്രമായിരുന്നു. 428 സീറ്റിൽ മത്സരിച്ച ബി.ജെ.പി. ആവട്ടെ 282 സീറ്റുകൾ അന്ന് നേടുകയും ചെയ്തിരുന്നു. അങ്ങനെ 1991 ശേഷമുള്ള ഒരു പൊളിറ്റിക്കൽ ഗ്രാഫ് നോക്കുമ്പോൾ ബി.ജെ.പി. മുകളിലേക്ക് മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 300-ൽ കുറഞ്ഞ ഒരു സീറ്റിലേക്ക് അവർ ഒരിക്കൽ പോലും മത്സരിച്ചിട്ടുമില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടി ആവട്ടെ അവരുടെ ഗ്രാഫ് വളരെയധികം താഴേക്ക് പോകുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബി.ജെ.പിയുടെ ഒരു പൊളിറ്റിക്കൽ ഗ്രാഫിൽ ഉണ്ടാവുന്ന ഉയർച്ചയിൽ കോൺഗ്രസിന് ഉണ്ടാവുന്ന ആശങ്കകൾ ചെറുതല്ല. ഇത്തരത്തിലുള്ള ചില കണക്കുകൾ കൂടി ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.